കൊതുകിനെ ഓടിക്കാനുള്ള ഒരു കിടിലൻ ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ബാഡ് സ്മെല്ല് മാറ്റി നല്ലൊരു ഫ്രഷ്നെസ് കൊണ്ടുവരാനും അതുപോലെ തന്നെ ബാത്റൂം പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ടിപ്സും കൂടി ഉണ്ട്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബാത്റൂം ക്ലീൻ ചെയ്തെടുക്കാനുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ്. ചില സമയങ്ങളിൽ ബാത്റൂമിലുള്ള സ്മെല്ല് നമുക്ക് പോലും മടുപ്പ് വരുത്തുന്ന രീതിയിലുള്ളതായിരിക്കും. അതിനൊക്കെയുള്ള ഒരു പരിഹാരം ഞാൻ ഈ വീഡിയോസിൽ പറയുന്നുണ്ട്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പുതുതായിട്ട് നമ്മുടെ ചാനലിലേക്ക് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇതിന്റെ ഇത് ഞാൻ ഉപ്പ് വെച്ചിട്ടുള്ള കുറച്ച് പ്രയോഗങ്ങളാണ് ഇവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. എന്തായാലും ഉപ്പ് എല്ലാവരുടെ വീട്ടിലും സുലഭമായിട്ടുള്ളൊരു സാധനം തന്നെയാണല്ലേ. അപ്പൊ നമുക്കിവിടെ കുറച്ച് ഉപ്പ് ആവശ്യമായിട്ടുണ്ട്. ഞാൻ ഇവിടെ 2-3 ടേബിൾ സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ഇവിടെ കാണിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ സെറാമിക്കിന്റെ ഗ്ലാസ്സുകൾ ഉണ്ടാവും. അപ്പൊ ഇതിൻ്റെ അകത്ത് കുറേ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടിഭാഗത്തായിട്ട് ചെറുതായിട്ടൊരു മഞ്ഞക്കറ പോലെ വരുന്നത് കാണാം അല്ലേ. അപ്പൊ അത് കളയാനുള്ള പെട്ടെന്ന് കളഞ്ഞെടുക്കാനുള്ള ഒരു ചെറിയൊരു ടിപ്സാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ ഉപ്പാണ് അല്പം ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം കൈവച്ച് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട്. ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ അടിഭാഗത്തും ഒന്ന് നമ്മുടെ ആ കൈവച്ചിട്ട് തന്നെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മതിയാവും. ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുമ്പോഴേക്കും നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം ഇത് ഏകദേശം എല്ലാ സ്ഥലത്തും എത്തുന്ന രീതി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് കഴുകി നോക്കാം എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ടെന്ന്. അപ്പം ഞാനിത് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ കറയൊക്കെ പോയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണെന്ന് കരുതുന്നു. അപ്പം നമുക്ക് ബോറടിപ്പിക്കാതെ അടുത്ത ടിപ്സിലേക്ക് കടക്കാം. പിന്നീട് ഞാനിതാ ഇതുപോലുള്ളൊരു കത്തി, നമ്മളിവിടെ പീശാക്കത്തി, പേനക്കത്തി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കത്തി നമുക്ക് വീട്ടിൽ തന്നെ മൂർച്ചം കൂട്ടിയെടുക്കാനുള്ളൊരു ടിപ്സാണ്. ആയിട്ട് ഞാനിതാ ഇതിൻ്റെ മുകളിൽ അല്പം പേസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇത് 2 രീതിയിൽ നമുക്ക് മൂർച്ചം കൂട്ടി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വീട്ടിൽ സാധാരണ നമ്മൾ നാട്ടിൻ പുറത്തൊക്കെ ജീവിക്കുന്നവരാണെങ്കിൽ വെള്ളാരം കല്ലൊക്കെ വെച്ചിട്ട് നമുക്ക് മൂർച്ചം കൂട്ടി എടുക്കാനായിട്ട് പറ്റും. അതല്ലാതെ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അതൊക്കെ അവൈലബിൾ ആവണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ചെറിയൊരു ടിപ്സാണ്. അപ്പോൾ ഞാനിത് ഇതുപോലെ നമ്മുടെ ഈ ഇഞ്ചി ഒക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആക്കി എടുക്കാനുള്ള ഒരു കല്ലുണ്ടല്ലോ, അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ കല്ല് വെച്ചിട്ടാണ് ഞാൻ ഇനി ഒന്ന് മൂർച്ച കൂട്ടി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ കത്തിയിൽ പേസ്റ്റ് വെച്ചിട്ടൊന്ന് എല്ലാ സ്ഥലത്തും ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആ ഭാഗം ഞാൻ ഒരു സൈഡ് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ കട്ട് ചെയ്യാൻ പോകുന്ന സമയത്തായിരിക്കും അല്ലേ കത്തിക്ക് മൂർച്ചയില്ലാതെ കാണുക. ആ സമയത്തൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്സാണിത്. അപ്പോൾ ഏകദേശം ഞാനൊരു 5 മിനിറ്റോളം നന്നായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും 2 ഭാഗത്തെയും വ്യത്യാസം. നമുക്കൊന്ന് ഉപ്പ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്ത് നോക്കാം. എനിക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് തോന്നിയത് ഈ ഉപ്പ് ചെയ്തിട്ട് ആക്കിയപ്പോഴാണ് കേട്ടോ. വെള്ളം കൂടി തൊട്ടിട്ട് ഉപ്പ് വെച്ചിട്ടൊന്നും ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതവിടെ നിന്നോളും, ഉപ്പ് അവിടെ തന്നെ നിന്നോളും. അപ്പോൾ അതിന് നമ്മൾ നന്നായിട്ട് ഉപ്പ് അപ്ലൈ ചെയ്തതിന് ശേഷം സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന കല്ലിൽ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഉപ്പ് വെച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നന്നായിട്ട് മൂർച്ചം കുറഞ്ഞ കത്തിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത് ഉപ്പിൻ്റെ അംശം പോകുന്നതിനനുസരിച്ചിട്ട് ഉപ്പ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് 5 മിനിറ്റോളം നന്നായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത ടിപ്സിലേക്ക് കിടക്കാം. അടുത്തതാണ് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ നല്ല എഫക്റ്റീവായിട്ട് നമ്മുടെ ബാത്റൂം പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ടിപ്സ് എന്ന് പറയുന്നത്. നമുക്കിത് അടുത്ത ടിപ്സിലേക്ക് കിടക്കാം. ഉപ്പ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ. കറിയും മറ്റുള്ള വസ്തുക്കൾ ഉണ്ടാക്കുക മാത്രമല്ല, ഉപ്പ് വെച്ചിട്ട് ഇതുപോലുള്ള നമുക്ക് വീടുകളിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് ടിപ്സുകളുണ്ട്. ഞാനിത് ഇവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സർഫ് പൊടി ഉണ്ടല്ലോ, 2 ടേബിൾ സ്പൂണോളം സർഫ് പൗഡർ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പൗഡറും ഉപ്പും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം. ഇനി കംഫർട്ട് വീട്ടിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് കംഫർട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ നല്ല ബാത്റൂമിൽ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. കംഫർട്ട് ഇല്ലാത്തവരാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഷാമ്പു ആയാലും ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ പേസ്റ്റ് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒന്ന് പേസ്റ്റ് നമുക്ക് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയയിലൊക്കെ നന്നായിട്ട് ഇരുമ്പിൻ്റെ കറയൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ് കേട്ടോ.
അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇരുമ്പിൻ്റെ കറി അധികം ഉണ്ടാവാറുണ്ട്. അപ്പം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇരുമ്പിൻ്റെ കറിയൊക്കെ നന്നായിട്ട് പോയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. നല്ല അഴുക്കുള്ള ഏരിയ ഒക്കെ ആണെങ്കിൽ കുറച്ച് നന്നായിട്ട് അപ്ലൈ ചെയ്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം അവിടെ തന്നെ വെക്കുക കേട്ടോ. അതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടി നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയമാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ബാത്റൂമൊക്കെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ കംഫേർട്ട് കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ബാത്റൂമിൽ കുറച്ചുകൂടി നല്ല സ്മെല്ല് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. നമ്മൾ മിക്ക വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും നമ്മൾ സ്റ്റീലിൻ്റെ പൈപ്പൊക്കെ പേസ്റ്റ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ടാകുമ്പോൾ നല്ലൊരു ഷൈനിങ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതിലും അതുപോലെ പേസ്റ്റ് ആഡ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലുള്ള പൈപ്പൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലൊരു പുതിയതുപോലെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൈക്ക് എൻ്റെ കയ്യിൽ ഇവിടെ ഗ്ലൗസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഇടാഞ്ഞ്. അപ്പോൾ നിങ്ങൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യാൻ നോക്കിക്കോട്ടോ. നമ്മുടെ ബാത്റൂമിൻ്റെ ഇവിടെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ വാഷ് ഫേസ് കുറേ നാൾ ഉപയോഗിക്കാതിരുന്നിട്ടാണ് കേട്ടോ ഈ വെള്ളം പോകുന്ന ഭാഗത്തിലൊരു കറുപ്പ് കളർ പോലെ കാണുന്നത്. എനിക്കൊന്നും സ്റ്റീലല്ല എന്നാണ് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഈ സ്റ്റീലിൻ്റെ ഭാഗത്തൊരു ഇളകിയതുപോലെ ഉണ്ട്. അതാണ് ആ കളർ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അല്ലാതെ ബാക്കിയുള്ള എല്ലാ ഭാഗവും നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത ടിപ്സിലേക്ക് കടക്കാം. അപ്പോൾ കൊതുക് ശല്യം നന്നായിട്ട് നേരിടുന്നവരാണെങ്കിൽ ഇത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് കൊതുക് തിരിയാണ്. അപ്പോൾ ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലൊരു സന്ധ്യാസമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് കൊതുക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ല കൊതുകിന് ശമനമുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെയുള്ള വീടായതുകൊണ്ട് തന്നെ കൊതുക് കടിക്കുന്ന സമയത്തൊക്കെ നല്ല കരച്ചിലായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം നല്ല ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഇത് ചന്ദനത്തിരിയാണ്. നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ 15 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 10 ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ അകത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ടിപ്സ് കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ടിപ്സ് ഇതിന് എന്താ പറയുക, ചിരാത് എന്നല്ലേ, എന്തൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഒരു ചിരാത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് കോഫി പൗഡറാണ്. ഇത് കൊതുകിനെ ഓടിക്കാൻ മാത്രമല്ല നമുക്ക് വീട്ടിൽ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ. ഇതുപോലെ ഒന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ വീട്ടിൽ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. അപ്പം ഞാനിത് അല്പം കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഞാനിതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് എള്ളെണ്ണയാണ്. ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാനിതാ ഇതിലേക്ക് അല്പം എള്ളെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കർപ്പൂരമാണ്. അപ്പോൾ ഇത് ഞാൻ കർപ്പൂരം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഇതുപോലെ തന്നെ ഉപയോഗിക്കണം. അടുത്തതായിട്ട് നമ്മുടെ ചിരാതിലേക്ക് ഞാൻ ഒരു തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ വിളക്കൊന്ന് കത്തിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കുട്ടികളൊന്നും എടുക്കാത്ത ഭാഗത്തേക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. കുട്ടികളൊന്നും എടുക്കില്ല എന്നും അതുപോലെ തന്നെ തീയൊന്നും ഏത് ഭാഗത്തേക്കും ആകില്ല എന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വിളക്ക് കത്തിച്ച് വെക്കാനൊരു പേടി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ മറ്റൊരു ടിപ്സാണ് ഇനി ഞാൻ ഇതിലേക്ക് കാണിക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പഴയ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ളതൊരു ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. ഇനി ഈ ടിഷ്യൂ പേപ്പറിലേക്ക് ഞാനിതാ അല്പം മഞ്ഞൾ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു നീളത്തിലാണ് ഞാൻ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 4 കർപ്പൂരം കൂടി പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ച് തന്നെ മിക്സ് ചെയ്താൽ മതിയാവും. പണ്ട് കാലത്തൊക്കെ പൊട്ടിയ ചട്ടിയിലൊക്കെ ശീമക്കൊന്നയും അതുപോലെ തന്നെ ശീമക്കൊന്ന എന്ന് പറഞ്ഞാൽ അറിയുന്നതാണ്. ഞങ്ങൾ ഇവിടെയൊക്കെ ശീമക്കൊന്ന എന്നാണ് കേട്ടോ പറയുക. അതുപോലെ തന്നെ ചകിരി ഉണ്ടല്ലോ, ചകിരി മാത്രം എടുത്തിട്ട് ഈ ശീമക്കൊന്ന ഈ ചകിരിയുടെ മുകളിലിട്ടിട്ട് തീ കൊളുത്തി കൊടുക്കും കേട്ടോ. എന്നിട്ട് അത് പുകഞ്ഞിട്ട് ആ പുകയിൽ നമ്മൾ കൊതുകിൻ്റെ ശല്യം കുറയുമെന്ന് പറയുന്നത് കേൾക്കാം. അങ്ങനെ ഞാനിത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ടിഷ്യൂ പേപ്പർ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഷവർമയുടെ രൂപത്തിൽ കേട്ടോ. അതിനുശേഷം ഞാൻ ഇതാ ഒരറ്റത്ത് തീ കൊളുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് പുകഞ്ഞ് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. അതുപോലെ തന്നെ കർപ്പൂരത്തിൻ്റെയും മഞ്ഞളിൻ്റെയും തന്നെ ആയതുകൊണ്ട് തന്നെ കൊതുകിൻ്റെ ശല്യം നമുക്ക് നന്നായിട്ട് കുറഞ്ഞു കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം. കൊതുകിനെ ഓടിക്കാനാണെങ്കിൽ നിങ്ങൾ കൊതുകുകൾ കൂടുതലായിട്ട് വരുന്ന ഭാഗത്ത് ഇത് വെച്ച് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഹോളിലൊക്കെയാണ് കൂടുതൽ
കൂടുതലായിട്ട് കൊതുക് ഉണ്ടാവുമല്ലേ. അപ്പോൾ ഹോളിൻ്റെ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിങ്ങളിത് വെച്ച് കൊടുത്താൽ മതിയാവും. അല്ലാതെ വീട്ടിൽ നല്ല ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കിപ്പോൾ വിളക്കൊക്കെ വെക്കുന്ന ഏതെങ്കിലും ഏരിയയിലൊക്കെ ഇത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടിപ്സ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണെന്ന് കരുതുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ടാറ്റാ ബൈ.